ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 11-ാം തിരുവചനം. പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത്. അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും അരുത്. പ്രൈസ് ദി ലോർഡ്. വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ മേഖലയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയുമായി ഒരുമിച്ച് ഭക്ഷണം പോലും കഴിക്കരുതെന്ന്. ഇന്നത്തെ യൂറോപ്യൻ സംസ്കാരം അനുസരിച്ച് ഏതൊരു ചടങ്ങിനും മദ്യം മസ്റ്റായിട്ടുണ്ട്. അത് ദേവാലയത്തോട് ചേർന്നിരിക്കുന്ന പരീക്ഷകളായിക്കോട്ടെ, അവിടെ ഉണ്ട്. അവിടെ ഒരു ബാറല്ല, 2-3 ബാറുകൾ ആ ഹോളിനകത്തുണ്ട്. അതാണ് മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ദേവാലയത്തിലെ ബലിയർപ്പണം കഴിഞ്ഞാൽ നേരെ ചെന്ന് കയറുന്നത് ഈ ബാറിലേക്കാണ്. അപ്പം ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്ന് ചിന്തിച്ചാൽ, തിരുവചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ കയറാനോ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ പറ്റുമോ? ഞാൻ ഈ അടുത്തിടയ്ക്ക് വളരെ വ്യക്തമായി കണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അവിടെ പള്ളിയുടെ കോമ്പൗണ്ടിനോട് ചേർന്നിരിക്കുന്ന ഹാളിൽ തന്നെ മദ്യശാല ഒരുക്കിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് അവിടെ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ എത്രമാത്രം ദൈവവചനത്തിന് എതിരായിട്ടാണ് ഇന്ന് ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നാശത്തിലേക്ക് മുങ്ങിത്താന്നുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ ആഗമനം ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുക. ഞാനും നിങ്ങളും ഈ ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. സർവശക്തനായ കർത്താവ് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.